സിപിഐയുടെ 25ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള മലപ്പുറം ജില്ലാ സമ്മേളനം ഓഗസ്റ്റ് 3 മുതൽ 5 വരെ പരപ്പനങ്ങാടിയിൽ നടക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക് വണ്ടൂരിലെ സഖാവ് കെ പ്രഭാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് പതാക ജാഥയും മഞ്ചേരിയിലെ സഖാവ് കെ ബാബുരാജിന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ബാനർ ജാഥയും ആളൂർ പ്രഭാകരന്റെ വസതിയിൽ നിന്ന് കൊടിമര ജാഥയും ആരംഭിക്കും. വൈകുന്നേരം 3 മണിക്ക് തിരൂരങ്ങാടി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഇവ സംഗമിക്കും. തുടർന്ന് 4 മണിക്ക് റെഡ് വോളണ്ടിയർ മാർച്ച് നടക്കും. 5 മണിക്ക് സഖാവ് കെ ബാബുരാജ് നഗറിൽ സ്വാഗത സംഘം ചെയർമാൻ നിയാസ് പുളിക്കലകത്ത് പതാക ഉയർത്തുന്നതോടെ സമ്മേളനം ഔദ്യോഗികമായി ആരംഭിക്കും. സിപിഐ ജില്ലാ സെക്രട്ടറി പി കെ കൃഷ്ണദാസിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന പൊതുസമ്മേളനം സിപിഐ ദേശീയ കൌൺസിൽ അംഗവും സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രിയുമായ കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. ഓഗസ്റ്റ് 4 രാവിലെ 9 മണിക്ക് സഖാവ് കെ കോയക്കുഞ്ഞി നഹയുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ദീപശിഖ പ്രയാണം ആരംഭിക്കും. സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ രാജാജി മാത്യു തോമസ് ദീപശിഖ പ്രയാണം ഫ്ളാഗ് ഓഫ് ചെയ്യും. തുടർന്ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ഓഗസ്റ്റ് 5 വൈകുന്നേരം ജില്ലാ കൌൺസിലിനെയും സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും ജില്ലാ സെക്രട്ടറിയെയും തിരഞ്ഞെടുത്ത് 5 മണിക്ക് സമ്മേളനം സമാപിക്കും. 2 ദിവസത്തെ പൊതുസമ്മേളനത്തിൽ പ്രധാനമായിട്ടും 2 രേഖകളാണ് അവതരിപ്പിക്കുന്നത്. ഒന്ന് കഴിഞ്ഞ 3 വർഷക്കാലത്തെ പ്രവർത്തന റിപ്പോർട്ടാണ്. അതോടൊപ്പം ഇന്ത്യയിലെയും ലോകത്തിലെയും കേരളത്തിലെയും സാഹചര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ റിപ്പോർട്ടും. ഈ 2 റിപ്പോർട്ടിന്മേൽ ഗൗരവമായിട്ടുള്ള ചർച്ച നടക്കും. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അതിന്റെ മറുപടിയും അതിന്റെ വിശദീകരണവും നൽകിക്കൊണ്ട് 5-ാം തീയതി വൈകുന്നേരം വിവിധ തെരഞ്ഞെടുപ്പുകളോടുകൂടി ഈ സമ്മേളനം അവസാനിക്കും. 50 അംഗ ജില്ലാ കൗൺസിലിനെയും 17 അംഗ സംസ്ഥാന കൗൺസിൽ പ്രതിനിധികളെയും തെരഞ്ഞെടുക്കണം. ജില്ലാ സെക്രട്ടറിയും കൂടി തെരഞ്ഞെടുത്ത് 5 മണിക്ക് സമാപനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. സിപിഐ ജില്ലാ സെക്രട്ടറി പി കെ കൃഷ്ണദാസ്, അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് പി പി ബാലകൃഷ്ണൻ, ഇ സൈതലവി, സ്വാഗത സംഘം ചെയർമാൻ നിയാസ് പുളിക്കലകത്ത്, ജനറൽ കൺവീനർ കെ മൊയ്തീൻ കോയ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN മലപ്പുറം.